ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ലെസൺ വളരെ ബേസിക് ലെവലിലുള്ള ഒരു ലെസൺ തന്നെയാണ്. കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൗ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ ഡെയിലി ഇംഗ്ലീഷ് കോൺവെർസേഷനിൽ യൂസ്ഫുൾ ആവുന്ന ക്വസ്റ്റ്യൻസാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ. ഇനി നമുക്ക് ഹൗ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ഹൗ കം. ഹൗ കം എന്നതിൻ്റെ മീനിങ് വൈ, എന്തുകൊണ്ട് എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഐ കോണ്ട് അറ്റൻഡ് ദ മീറ്റിംഗ്. എനിക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് പറയുന്നു. അപ്പോൾ ഹൗ കം. ഹൗ കം എന്ന് പറഞ്ഞാൽ വൈ, എന്തുകൊണ്ട്. ഓക്കെ, വളരെ ഷോർട്ടായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഫോമാണ് ഹൗ കം. ഇനി നമുക്കത് ഒരു ലോങ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണമെങ്കിൽ ഹൗ കം യു കോണ്ട് അറ്റൻഡ് ദ മീറ്റിംഗ് എന്ന് ചോദിക്കാം. ഹൗ കം എന്നത് കഴിഞ്ഞ് പിന്നെ ഉപയോഗിക്കേണ്ടത് യു, അതായത് യു എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്. ഹൗ കം പ്ലസ് സബ്ജക്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഹൗ കം യു കോണ്ട് അറ്റൻഡ് ദ മീറ്റിംഗ്. അതല്ലെങ്കിൽ വളരെ ഷോർട്ട് ആൻഡ് ഫോമിൽ ഹൗ കം എന്ന് ചോദിക്കേണ്ടതേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, ഹൗ ഡിഡ് യു ഡൂ ദാറ്റ്. എങ്ങനെയാണ് അത് ചെയ്തത്. നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു കമ്പ്യൂട്ടറിലോ മറ്റോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളത് വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കത് മനസ്സിലാവുന്നില്ല. ഹൗ ഡിഡ് യു ഡൂ ദാറ്റ് നമുക്ക് ചോദിക്കില്ലേ. അതായത് അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മൾക്ക് വളരെ ഇംപ്രഷൻ തോന്നുന്ന രീതിയിൽ മറ്റേ ഒരടുത്തിരിക്കുന്ന ആൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു. ഓ, ഹൗ ഡിഡ് യു ഡൂ ദാറ്റ് എന്ന് ചോദിക്കില്ലേ. എങ്ങനെയാണ് നിങ്ങളത് ചെയ്തത്. നെക്സ്റ്റ് വൺ, ഹൗ ഈസ് ഇറ്റ് ഓർ ഹൗ വാസ് ഇറ്റ്. എങ്ങനെയുണ്ടത് അല്ലെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു അത്. ഹൗ ഈസ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടത്. നമ്മളൊരു നല്ല സ്പെഷ്യൽ കറിയൊക്കെ ഉണ്ടാക്കി സെർവ് ചെയ്യുന്നു. ഹൗ ഈസ് ഇറ്റ്, എങ്ങനെയുണ്ട് അത്. നമ്മുടെ ഒരു ഫ്രണ്ട് പറയുന്നു, ഇന്നലെ ഞാനൊരു മൂവി കണ്ടു, പക്ഷേ നമുക്കത് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചു ഹൗ വാസ് ഇറ്റ്, എങ്ങനെയുണ്ട് ആ മൂവി. ഹൗ വാസ് ഇറ്റ്. അപ്പോൾ ഹൗ ഈസ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്. ഹൗ വാസ് ഇറ്റ് എന്ന് ചോദിച്ചാൽ എങ്ങനെയുണ്ടായിരുന്നു അത്. നെക്സ്റ്റ് വൺ, ഹൗ മച്ച് ഈസ് ദിസ്. ഹൗ മച്ച് ഈസ് ഇറ്റ്. ഹൗ മച്ച് ഈസ് ദാറ്റ്. ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സാധനത്തിൻ്റെ, ഒരു വസ്തുവിൻ്റെ വിലയാണ്. വാട്ട് ഈസ് ഇറ്റ്സ് പ്രൈസ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് അതിൻ്റെ പ്രൈസ് എന്നാണ്. നമ്മൾ കടയിൽ ചെന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെങ്കിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കും ഹൗ മച്ച് ഈസ് ഇറ്റ്, ഹൗ മച്ച് ഈസ് ദിസ് എന്ന് ചോദിച്ചാൽ എന്താണ് അതിൻ്റെ വില. വേറെ ഒരു സാധനം, കുറച്ച് അകലെയിരിക്കുന്ന ഒരു വസ്തു ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് ചോദിക്കാം ഹൗ മച്ച് ഈസ് ദാറ്റ്, അതിന് എത്രയാണ് വില. പ്രൈസ് ആണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഹൗ മെനി ആർ ദർ. ഹൗ മെനി വേർ ദർ. ഹൗ മെനി ആർ ദർ എന്ന് ചോദിച്ചാൽ എത്ര പേരുണ്ട് അവിടെ. ഇപ്പോൾ ഒരു ടേബിളിൻ്റെ മുകളിൽ കുറച്ച് പെൻസിൽസ് ഇരിക്കുന്നു. ഹൗ മെനി പെൻസിൽസ് ആർ ദർ. എത്ര പെൻസിൽസ് ഉണ്ട് അവിടെ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം പെൻസിൽസ് ആണെന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അപ്പോൾ ഹൗ മെനി ആർ ദർ എന്ന് ചോദിക്കേണ്ട കാര്യമേ ഉള്ളൂ. ഹൗ മെനി ആർ ദർ എന്ന് ചോദിച്ചാൽ ഹൗ മെനി പെൻസിൽസ് ആർ ദർ. പെൻസിൽസ് എന്ന് വളരെ പിന്നെയും അത് എടുത്ത് പറയേണ്ട ഒരാവശ്യവും ഇല്ല. അപ്പോൾ ഹൗ മെനി ആർ ദർ എന്ന് ചോദിച്ചാൽ ഹൗ മെനി പെൻസിൽസ് ആർ ദർ എന്നാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പാസ്റ്റ് ടെൻസ് ഫോമാണ് ഹൗ മെനി വേർ ദർ. ഒരു ഫങ്ഷനൊക്കെ എത്ര ആളുകൾ വന്നു എന്ന് നമുക്ക് ചോദിക്കാം. എത്ര ഗസ്റ്റുകൾ വന്നു, എത്ര ഇൻവൈറ്റീസ് ഉണ്ടായിരുന്നു. ഇന്നലത്തെ ഫങ്ഷന് എത്ര ആളുകൾ അറ്റൻഡ് ചെയ്തു എന്ന് ചോദിക്കില്ലേ. ഹൗ മെനി വേർ ദർ, ഹൗ മെനി ഗെസ്റ്റ് വേർ ദർ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഹൗ മെനി വേർ ദർ. അപ്പോൾ അതുപോലെ ഹൗ എന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ് വെച്ച് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ്, നമ്മളുടെ ഡെയിലി ലൈഫിൽ ആവശ്യമായി വരുന്ന ഒരുപാട് സെൻറ്റൻസസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇതുപോലെയുള്ള സെൻറ്റൻസസ് ഉപയോഗിക്കാൻ ശീലിക്കുക. തീർച്ചയായും ഇത് നിങ്ങളുടെ കോൺവെർസേഷന് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ബൈ.